പ്രൈസ് ദി ലോർഡ്. നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ വചന ചിന്തയ്ക്കായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ വാക്യം. ഞാനാവുന്നു പുനരുത്ഥാനം ജീവനും. ഈ ഒരു വചനത്തിൽ യേശു ആരാണെന്നുള്ള വലിയ വെളിപ്പാട് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമുക്ക് നൽകി തരികയാണ്. യേശു വെറും സഹായകൻ മാത്രം അല്ല, അവൻ നമ്മുടെ ജീവൻ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ നാം മരിച്ചതുപോലെ തോന്നും, പ്രതീക്ഷ ഇല്ലാത്തതുപോലെ, മുന്നോട്ട് വഴി കാണാത്തതുപോലെ. അവിടെയാണ് യേശു നമ്മോട് പറയുന്നത്, ഞാനാവുന്നു ജീവൻ. അതേ, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനാണ്, അത് സമൃദ്ധിയായി നൽകുവാനാണ്. അത് ഒരു വാസ്തവം മാത്രമല്ല, അത് അവന്റെ സ്വഭാവമാണ്. അവൻ തന്നെയാണ് നമ്മുടെ ജീവൻ. യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ മരിച്ചതുപോലും ഉയർത്തെഴുന്നേൽപ്പാൻ ഇടയായിട്ട് തീരും. കെട്ടുപോയത് വീണ്ടും ജ്വലിക്കും, നിലച്ചുപോയത് വീണ്ടും ഒഴുകും. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ തളർന്നിരിക്കാം, നമ്മുടെ ഹൃദയം ഭാരത്തോടെ ആയിരിക്കാം. എന്നാൽ ജീവൻ തന്നെയായ യേശു നമ്മോടൊപ്പമുണ്ട്. അവന്റെ സാന്നിധ്യം മതി പുതിയ ശക്തി നമ്മുടെ മേൽ പകരപ്പെടുവാൻ, പുതിയ ആനന്ദം നമ്മുടെ മേൽ പകരപ്പെടുവാൻ, പുതിയ ആരംഭങ്ങൾ നമുക്ക് ലഭിപ്പാൻ. അതുകൊണ്ട് ആത്മാവ് ഒരു വെളിപ്പാട് നമ്മുടെ മേൽ പകരുകയാണ്. നമ്മുടെ ജീവിതം ഇനിയും അവസാനിച്ചിട്ടില്ല. കാരണം ജീവനായ യേശു നമ്മോടൊപ്പമുണ്ട്. അവൻ ജീവൻ തന്നെയാണ്. ഈ വലിയ വെളിപ്പാടോടുകൂടെ ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങൾ ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്റെ സാന്നിധ്യത്തിലേക്ക്, നിന്റെ ജീവനിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങളുടെ തളർച്ചയിൽ നീ ജീവനായി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭാരമുള്ള ഹൃദയത്തിൽ നിന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ മഹത്വം ജീവനായി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഈ ദൈവശബ്ദം കേട്ട ഓരോ മക്കളെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിന്റെ വെളിപ്പാടുകളെ ഓരോരുത്തരുടെ മേൽ തുറന്നു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.